കോൺവോ ഹെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് പുരുഷന്മാർ നേരിടുന്നൊരു പ്രശ്നമാണ് ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത്. ഇത് ശരിക്കും പലപ്പോഴും പുരുഷന്മാരിൽ നിന്ന് തുടങ്ങി പിന്നീട് അത് സ്ത്രീകളിലേക്ക് പോയി ആ കുടുംബം തന്നെ തെറ്റുന്ന രൂപത്തിലേക്ക് പലപ്പോഴും സംഭവിക്കുന്ന കേസുകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കാരണം അവർ അവരുദ്ദേശിച്ച പോലെ അവർ കാര്യങ്ങൾ നടക്കുന്നില്ല, പിന്നെ അല്ലെങ്കിൽ അവർക്ക് ബന്ധപ്പെടാൻ പറ്റുന്നില്ല, ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാണ്, അവർക്ക് സ്ഖലനം സംഭവിക്കുകയാണ്, ഒന്നും പറ്റുന്നില്ല, ഒരു ടൈമിങ് കിട്ടുന്നില്ല. ഇത്തരം പ്രശ്നങ്ങൾ ഒരുപാട് ആളുകൾ പറയാറുണ്ട്. ചിലപ്പോൾ ഇത് അവർ മാനസികമായിട്ട്, ഇതിപ്പോൾ ശാരീരത്തിനേക്കാൾ ഉപരി എന്നെക്കൊണ്ട് ഇത് പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനിപ്പോൾ അടുത്ത് അറിഞ്ഞൊരു കേസാണ്. അവർക്കൊരു സംശയം മാത്രമേ ഉള്ളൂ, അവർക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് കൺഫേം അല്ല, അവർക്കൊരു ശീഘ്രസ്ഖലനം ഉണ്ടോ എന്നൊരു സംശയം, അല്ലെങ്കിൽ കാരണം അവർക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് ശീഘ്രസ്ഖലനം ഉണ്ടോ എന്നൊരു സംശയം. ഇതിലുപരി ഇത് അവരെ ഭാര്യ അറിയോ എന്നുള്ളതും ഭാര്യനെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ് കൂടുതൽ സങ്കടം. ഇത്തരം കണ്ടീഷനായിട്ട് ഒരുപാട് പുരുഷന്മാർ നടക്കുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഹക്കീം സാലി ഗുരുക്കളാണ്. നമ്മൾ കൂടുതലായിട്ട് അവരോട് ഇന്ന് ചോദിക്കാം. ഞാനിപ്പോൾ ആദ്യം തന്നെ സംസാരിച്ച പോലെ ശീഘ്രസ്ഖലനം ഇന്ന് ഒരുപാട് പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ബേസിക്കലി പുരുഷന്മാരിൽ നിന്ന് തുടങ്ങി പിന്നീട് അത് സ്ത്രീകളിലേക്കും പിന്നെ അത് കുടുംബം തെറ്റുന്ന രൂപത്തിലേക്ക് പലപ്പോഴും ആവാറുണ്ട്. കാരണം പ്രോപ്പറായിട്ട് ഒരു ഇൻ്റർകോഴ്സോ അല്ലെങ്കിൽ സെക്ഷലോ ബന്ധമോ നടക്കുന്നില്ല. കാരണം ഇത് പേടിച്ചിട്ട്, ഇത് പിന്നെ പെട്ടെന്ന് പോകുന്ന സമയത്ത് ഭാര്യ എൻ്റെ മുമ്പിൽ നാണം കെടുത്തോ എന്ന് വിചാരിച്ചിട്ട് ഭാര്യ അടുത്തേക്ക് പോവാതിരിക്കുക, പിന്നീട് അത് തീരെ സംസാരിക്കാതിരിക്കുക, വളരെ ലേറ്റായിട്ട് വീട്ടിൽ, ഇത്തരം കണ്ടീഷനായിട്ട് പല ആളുകളും ചെയ്യുന്ന ഒരു പ്രശ്നങ്ങളുണ്ട്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ചെയ്യുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പ് പോയിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ വയാഗ്ര പോലുള്ള മെഡിസിൻസ് കാര്യങ്ങളൊക്കെ വാങ്ങുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഒക്കെ വാങ്ങി കഴിച്ചിട്ട് ഉള്ള ഉദാഹരണം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഷുഗർ കൂടി അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് പെട്ടെന്ന് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണോ ഇത്? തീർച്ചയായും ഇത് മാറ്റിയെടുക്കാൻ പറ്റിയ വിഷയമാണ്. ഇത് നിങ്ങൾ പറഞ്ഞതുപോലെ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ കുടുംബജീവിതം ഭിന്നിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇത് തന്നെയാണ്. ഈ വിഷയത്തിൽ സെക്സ്വലായിട്ട് അവരുടെ ശാരീരിക ബന്ധത്തിൽ 100% തൃപ്തികരമാണ് ഒരു സ്ത്രീയും പുരുഷനുമെങ്കിൽ, ഇനി അതിൻ്റെ പിന്നിൽ എന്ത് വേർപിരിയേണ്ട കാരണങ്ങളുണ്ടെങ്കിലും ആ ബന്ധം വേർപിരിയാണ്ട് പിടിച്ചു നിന്ന് പോകും. അതൊരു വലിയൊരു ഘടകം തന്നെയാണ്. അല്ല, ഇതിൽ പിന്നെ ആളുകൾക്കുള്ള സംശയം, പ്രധാനമായിട്ടുള്ള സംശയം എന്ന് പറഞ്ഞാൽ ഈ ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത് ഒരുപാട് പെട്ടെന്ന് സ്ഖലനം സംഭവിക്കാമെന്നുള്ളതറിയാം. പക്ഷേ ഇതിന് യഥാർത്ഥത്തിൽ എത്ര സമയം കിട്ടുമെന്ന് ഇപ്പോഴും ആളുകൾക്ക് അറിയില്ല. ആളുകൾ കരുതുന്നത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ ബന്ധപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. ശരിക്ക് എത്ര സമയം ഇതിന് ഒരാൾക്ക് ബന്ധപ്പെടാൻ പറ്റും? യഥാർത്ഥത്തിൽ അതിൻ്റെ നമ്മുടെ ഒരു വൈദ്യശാസ്ത്ര പ്രകാരവും മത നിയമപ്രകാരവും പറയുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ് അതിൻ്റെ പ്രാരംഭ ക്രിയകൾ നമ്മൾ പിന്നെ ആ നിലക്ക് ബന്ധപ്പെട്ട് ശേഷം ഒരു സംസർഗം എന്ന് പറഞ്ഞാൽ കൂടി വന്നാൽ ഒരു 5 മിനിറ്റ് സമയം, അത് വലിയ ടൈമിംഗ് ആണ്. 5 മിനിറ്റ് സമയം എന്ന് പറഞ്ഞാൽ വലിയ ടൈമിംഗ് ആണ്. പക്ഷെ അതെന്തായിരിക്കും, അതിൻ്റെ മുമ്പ് ഒരു 20 മിനിറ്റ് സമയമോ ഒരു അരമണിക്കൂർ സമയമൊക്കെ ഉത്തേജന ക്രിയകളിൽ മനുഷ്യൻ, സ്ത്രീയും പുരുഷനും ഏർപ്പെടണം എന്നുള്ളതാണ് അതിൻ്റെ വൈദ്യശാസ്ത്രം. അതായത് കൃത്യമായിട്ട് ഫോർ പ്ലേയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു 5 മിനിറ്റാണ് മാക്സിമം. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. ഈ 5 മിനിറ്റാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം പലപ്പോഴും ഇപ്പോൾ പോൺ വീഡിയോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് സ്റ്റോറീസ് ആയിക്കോട്ടെ, ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ടും വായിച്ചിട്ടും ആളുകൾ കരുതുന്നത് ഇത് അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ബന്ധപ്പെടാൻ പറ്റും, എനിക്ക് പല രൂപത്തിൽ പല പൊസിഷനൊക്കെ ട്രൈ ചെയ്തിട്ട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റും എന്നുള്ള കണ്ടീഷൻസ് ഒരുപാട് ആളുകൾ മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം കണ്ടീഷൻസ് ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ ചെറുപ്പക്കാരുടെ ഇടയിൽ ഭയങ്കരമായിട്ട് പിന്നെ എന്താ പറയുക, ഞാൻ ഇന്ന സ്ഥലത്ത് പോയി അപ്പോൾ എനിക്ക് ഇത്ര സമയം കിട്ടി എന്നപ്പോൾ മറ്റുള്ളവർ വിചാരിക്കുന്നത് അപ്പോൾ എൻ്റെത് നല്ല സമയം കുറവാണ്, എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നം ഇവിടെ നിന്ന് ഒരു സംശയത്തിൽ തുടങ്ങിയിട്ടാണ് ഇത്തരം ബാക്കിയുള്ള ബുദ്ധിമുട്ടിലേക്ക് ഒക്കെ പോകുന്നത്. ശരിക്കും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ശീഘ്രസ്ഖലനത്തിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഒരാൾക്ക്? അത് മാനസികമായിട്ടുള്ളതാണോ, പ്രശ്നങ്ങളാണോ? രണ്ടുമുണ്ട്. തുടക്കക്കാരുടെ ഇടയിൽ അധികവും മാനസികമായിട്ടുള്ളത് നമുക്ക് പറയാം. കാരണം മാനസികമായിട്ട് ഇത് മുൻ പരിചയമില്ല. അപ്പം അങ്ങനത്തെ ഒരു എന്താ പറയുക, ഭയപ്പാടോട് കൂടിയുള്ള സമീപനമായിരിക്കും.
അപ്പോൾ അതിൽ തന്നെ അമിത താല്പര്യമൊക്കെ ഉണ്ട്, അമിതോദ്ധാരണമൊക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് സ്ഖലിച്ച് പോകുക എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതേ സമയത്ത് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ അത് ഒറ്റ നിമിഷം കൊണ്ട് തന്നെ അത് ഇല്ലായ്മ ചെയ്യാൻ പറ്റും. അതേസമയത്ത് ശാരീരികമായിട്ട് ബലക്കുറവും പ്രത്യേകിച്ച് പേശികൾക്കൊക്കെ ബലം കുറയുകയും അതേപോലെ തന്നെ ബീജത്തിന് ബലം കുറയുക, ശുക്ലത്തിൻ്റെ കട്ടി കുറയുക ഒക്കെ ചെയ്യുന്ന അവരിലും ഈ ശീഘ്രസ്ഖലനം കണ്ടുവരാറുണ്ട്. അപ്പോൾ അതിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതൊക്കെ പവറാക്കി എടുക്കാനുള്ള ട്രീറ്റ്മെൻറ്റുകൾ, ഭക്ഷണങ്ങൾ, വ്യായാമങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ 100% ഇതൊരു പരിഹാരമുള്ള വിഷയമാണ്. ഓക്കെ. ഇപ്പോൾ ആളുകൾക്കുള്ളൊരു ഒരു ഏറ്റവും ചെയ്യുന്ന ഒരു തെറ്റെന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് എവിടെയെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പ് പോയിട്ട് വയാഗ്ര പോലെയുള്ള മെഡിസിൻസ് ആദ്യം വാങ്ങി കഴിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം പല ബോർഡുകൾ കാണാം, പിന്നെ ലൈംഗിക ശേഷി കുറവ് പെട്ടെന്ന് മാറ്റിയെടുക്കാം എന്നോ പറഞ്ഞിട്ട് ഒരുപാട് വ്യാജമായിട്ടുള്ള ആളുകൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇത്തരം കാരണം പലപ്പോഴും ആളുകൾ പിന്നീട് നമ്മൾ ഹോസ്പിറ്റലുകളിലും മറ്റുമായിട്ട് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർ പറയണത് എനിക്ക് ഇത് കഴിച്ചിട്ട് എൻ്റെ ഉദാഹരണം ഉള്ളതുകൂടെ നഷ്ടപ്പെട്ടു, ഉള്ള സമയം തിരിച്ച് പിന്നെ കിട്ടാതെയായി, അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് ഷുഗർ കൂടി, ഇത്തരം പ്രശ്നങ്ങൾ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. ശരിക്കും ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോ കാര്യങ്ങളാണ് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? കൃത്യമായി പറഞ്ഞാൽ ഒരു ബിസിനസ് മൈൻഡ് ഇല്ലാത്ത നല്ല ഒരു ഭിഷഗ്വരൻ്റെ, ഒരു വൈദ്യൻ്റെ ഉപദേശമുണ്ടെങ്കിൽ ഈ രൂപത്തിലുള്ള അപകടങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇത് കൃത്യമായിട്ട് നമുക്ക് തൃപ്തികരമായൊരു രൂപത്തിലേക്ക് വരുത്താൻ സാധിക്കുമെന്നാണ് നമ്മളെ അനുഭവം. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങളിലേക്ക്. ശരിക്കും എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇതിലേക്ക് നമ്മൾ നയിക്കുന്നത്? ഒന്ന് നമ്മുടെ ഭയപ്പാട് എന്ന് പറഞ്ഞത് ആദ്യം നമ്മൾ പറഞ്ഞല്ലോ, അതൊരു പ്രധാന ഘടകമാണ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാരിലൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ വിവാഹം എന്ന് പറഞ്ഞത് ഒരു വളരെ സുതാര്യമായ നിലക്ക് നടത്തിക്കൊണ്ടുപോകേണ്ട ഒരു സംഭവം, അത് ഭാരിച്ച ഒരു കടബാധ്യതയും സാമ്പത്തിക ഇടിപടിയുമൊക്കെ ആയിട്ട് നടത്തി കൂട്ടിയിട്ട് അതിൻ്റെ എല്ലാ ഭാരവും മനസ്സിൽ പേറിക്കൊണ്ടായിരിക്കും ഇവൻ ആദ്യമായിട്ട് തന്നെ ഒരു ഭാര്യയോട് സംഗമിക്കാൻ പോകുന്നത്. ഒരു നിലക്ക് ഓന് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. കാരണം ഓൻ്റെ മനസ്സിൽ, ഈ പെണ്ണിൻ്റെ മനസ്സിലും അതേപോലെ ആഘാതമുണ്ട്, അവളുടെ വാപ്പൻ്റെ ഉത്തരവാദിത്തത്തെ പറ്റിയിട്ട്, കുടുംബത്തെ പറ്റി. പുരുഷനുമുണ്ട്. മാനസികമായിട്ട് ഈ സംഘർഷങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി വളരെ സന്തുഷ്ടമായി അങ്ങനെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിവാഹത്തിൻ്റെ ആ തുടക്കം മുതൽ നമ്മൾ ആ ബെഡ്റൂമിലേക്ക് കടക്കുന്നത് വരെയുള്ള സമയം എന്തായിരിക്കണം, നമ്മൾ സംഘർഷമില്ലാതൊരു ജീവിത ശൈലി വേണം. അത് നമ്മൾ ആദ്യം കൊണ്ടുവരണം. ആ ശൈലിയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഈ സംസർഗത്തിനൊക്കെ തുടങ്ങാൻ വേണ്ടി ജീവിതം തുടങ്ങുകയാണെങ്കിൽ ഈ പ്രശ്നം ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. പിന്നീടുള്ളതാണ് നമ്മുടെ ശാരീരിക വൈകല്യങ്ങളോ അല്ലെ ഭക്ഷണത്തിൻ്റെ പോരായ്മയൊക്കെ നോക്കി മനസ്സിലാക്കി കണ്ടുപിടിച്ച് രണ്ടുപേരും അതൊക്കെ മനസ്സിലാക്കി വീട്ടിൽ പാചകം ചെയ്യുന്ന ഭക്ഷണം യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാറ്റിനും ആരോഗ്യം കിട്ടണം. ഈ കുടുംബജീവിതത്തിനും സംഗമിക്കാനും ഒക്കെ ആരോഗ്യം കിട്ടുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ രാവിലെ തന്നെ ചായ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഈ ഒരു ഇതൊക്കെ മാറ്റി വെച്ചിട്ട് രാവിലെ എന്ത് കഴിക്കണം, എനിക്കെന്ത് വേണം, മക്കൾക്ക് എന്താണ്, ഭാര്യയ്ക്ക് എന്ത് വേണം, ഭർത്താവിന് എന്ത് വേണം, ഈ രൂപത്തിൽ മനസ്സിലാക്കി നമ്മൾ ഭക്ഷണത്തിൽ തന്നെ മാറ്റം വരുത്തുമ്പോൾ ഇതിനൊക്കെ ഒരുപാട് പരിഹാരങ്ങളാണ്. ഓക്കെ. ഇത്തരം പ്രശ്നങ്ങൾക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ടോ? തീർച്ചയായിട്ടും നെഗറ്റീവായിട്ട് ബാധിക്കുക. രാവിലെ തന്നെ ഇത്തരം ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി, ഇനി ഇല്ലാത്ത വ്യക്തിയും അമിതമായിരിക്കുന്ന പഞ്ചസാരയുടെ ഉപയോഗം, അമിതമായ തേയിലയുടെ ഉപയോഗം, ഇത് എല്ലാ ദിവസവും ഇങ്ങനെ, പിന്നെ ചാക്രീൻ പോലെയുള്ള പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ബിസ്ക്കറ്റുകളൊക്കെ ഉണ്ടാവും, ക്രീമുകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മളിങ്ങനെ പതിവാക്കുമ്പോൾ എന്തായാലും ഒരു തേങ്ങയും ഈത്തപ്പഴവും കഴിച്ച ഗുണം അതുകൊണ്ട് കിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണല്ലോ. തേങ്ങയും ഈത്തപ്പഴവും കഴിച്ചിട്ട് രാവിലെ തന്നെ അവൻ കഴിക്കുകയാണെങ്കിൽ അതവന് പവർ കൂട്ടുന്നുണ്ടെങ്കിൽ നേരെ വിപരീത ഫലമാണ് സാധാരണ ഉപയോഗിക്കുന്ന ബിസ്ക്കറ്റും കട്ടൻ ചായ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളെ പ്രഭാത ഭക്ഷണം മുതൽ ഇതിനെ ഒക്കെ പറ്റിയ രൂപത്തിൽ നമ്മൾ ക്രമീകരിച്ച് കൊണ്ടുവരണം. ഓക്കെ. ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ആളുകൾ ഈ വീഡിയോ നിർബന്ധമായിട്ട് കേൾക്കണം. നിങ്ങൾ ഒരുപാട് സംശയങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഗുരുക്കളുടെ നമ്മൾ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. അതിന് കൂടുതൽ വിവരങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് പുറത്തുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൊറിയർ എത്തിച്ചു തരുന്നതുമാണ്. ഇപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ ഇത്തരം ഒരുപാട് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇപ്പം ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾ ഇവർക്ക് ഒന്ന് സമയം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ അതിന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും?
വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ ഭക്ഷണത്തിൽ പെട്ടതാണ് നമ്മുടെ ഈ പൊട്ടാറ്റോ. അതിന് നല്ലൊരു ഗുണകരമാണ്. ഉം. ഉരുളക്കിഴങ്ങ് ശരിക്ക് അത് വയറ് ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ആ വയറിന് ബുദ്ധിമുട്ടിന് ആദ്യം നമ്മൾ ആ കൂട്ടം വേറെ എന്തെങ്കിലും മെഡിസിനുകളൊക്കെ ഉപയോഗിക്കണം. നല്ല ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് അത് ഉപ്പ് ചേർക്കണമെന്നില്ല, നിർബന്ധമാണെങ്കിൽ ഇന്തുപ്പ് ഒരല്പം ഒരു നുള്ള് ചേർക്കുക. എന്നിട്ട് ക്രീം പോലെ വടിച്ചെടുത്ത് ഒരല്പം പശുവിൻ നെയ്യും ചേർത്ത് എല്ലാ ദിവസവും പതിവായി ഉപയോഗിക്കുക. ഉറങ്ങാൻ പോകുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പ് ഇത് ഭക്ഷണമായി ഉപയോഗിച്ച് പിന്നെ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിച്ചു കൊടുക്കുക എന്നല്ലാതെ മറ്റൊരു ഭക്ഷണവും അതിൻ്റെ മേലെ കഴിക്കാതിരിക്കുക. ഇതൊരു 40 ദിവസമൊക്കെ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ 2-3 മണിക്കൂർ മുമ്പാണ് ഇത് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുക. അത് നമ്മൾ ശരീരത്തിന് പവർ കൂട്ടാനുള്ളതാണ്. ആ തത്സമയം നമ്മൾ എന്ത് ചെയ്യരുത്, പുളിയുള്ള വസ്തുക്കൾ, അമിതമായ എരിവിൻ്റെ ഉപയോഗം, ചുവന്ന മുളക്, പച്ചമുളകൊക്കെ അമിതമായി ഉപയോഗിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ എന്താണ്, പലർക്കും എന്താണ്, ഇതൊക്കെ വിപരീത ഫലമാണ് ഉളവാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ നമുക്ക് ആളുകൾക്ക് നമുക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാനുള്ള അല്ലെങ്കിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും ആളുകൾ പെട്ടെന്ന് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും വയാഗ്ര എഫക്റ്റുള്ള മരുന്നുകൾ വാങ്ങി കഴിക്കുകയാണ്. നമുക്ക് അതല്ലാതെ നമുക്കിപ്പം ബെഡ്റൂം കയറുന്ന സമയത്തിന് മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ടൈമിനേക്കാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ സമയം കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ പറ്റും? തീർച്ചയായിട്ടും അതിന് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ടല്ലോ. ഭക്ഷണത്തിലൂടെയും നമ്മൾ നല്ല ഫലമുള്ള നല്ല പച്ചമരുന്നുകളിലൂടെയും ഒക്കെ നമുക്ക് എന്താക്കാൻ പറ്റും. മറ്റുള്ള ഈ കെമിക്കലുകൾ അടങ്ങിയ മരുന്നുകളൊന്നും അല്ലാതെ തന്നെ പ്രകൃതിപരമായിരിക്കുന്ന പച്ചമരുന്നുകളിലൂടെ നമ്മൾ ഉണക്കിപ്പൊടിച്ചൊക്കെ തയ്യാറാക്കിയ നല്ല മരുന്നുകളുണ്ട്. ഒരു കെമിക്കലും അതിനുണ്ടാവില്ല. അത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ അഥവാ ഒരു ലേഹ്യമോ മറ്റോ ഉണ്ടാക്കണമെങ്കിൽ തന്നെ നല്ല പ്യുർ തേനായിരിക്കും അതിന് ഉപയോഗിക്കുക. കാരണം പ്രിസർവേറ്റീവ് ഒന്നും ഇല്ലാതെ കേടാകാതെ സൂക്ഷിക്കണമെങ്കിൽ അത് വേണ്ടി വരും. ഈ രൂപത്തിൽ അല്ലെങ്കിൽ ജലാംശമൊക്കെ വറ്റിച്ച് ശരിക്കും ഉണക്കിപ്പൊടിച്ച് പൗഡറുകളാക്കിയിട്ടുണ്ടാവും, യാതൊരു കെമിക്കലും ഇല്ലാതെ. അങ്ങനെ ശരീരത്തിന് ഒരു ദോഷവും ഇല്ലാത്ത ഒരുപാട് മുറകൾ ഇതിനുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് അത് അറിയാത്തത് കൊണ്ടാണ്. ജനങ്ങളിലേക്ക് അത് എത്തിക്കുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ തകർച്ച തന്നെ ഇല്ലാതെ സുരക്ഷിതമായിട്ട് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും. ഓക്കെ, നമുക്ക് അങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്? നമുക്കത് പിന്നെ നമ്മൾ തന്നെ തയ്യാറാക്കിയ ചില പച്ചമരുന്നുകളുണ്ട്. അത് പിന്നെ നമ്മുടെ അടുത്ത രോഗീനൊക്കെ നോക്കിയിട്ട് അല്ലെ വിവരങ്ങളൊക്കെ ഓരോ വ്യക്തികളുടെതും കേട്ട് മനസ്സിലാക്കി അവർക്ക് നമ്മൾ നിർദ്ദേശിക്കുന്നതാണ്. പിന്നെ ഭക്ഷണത്തിൽ പിന്നെ നല്ല അറാറോട്ട് ഉപയോഗിക്കുക, കൂവപ്പൊടി ഉപയോഗിക്കുക, നല്ല പശുവിൻ നെയ്യ് ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പൊട്ടാറ്റോൻ്റെ സംഭവം പറഞ്ഞല്ലോ, അതൊക്കെ വളരെ ഗുണമുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ പല ആളുകളും പറയാറുണ്ട് പിന്നെ ഉദാഹരണ പ്രശ്നമുള്ള ആളുകൾക്ക് പിന്നെ മുരിങ്ങ നല്ലതാണ്. പക്ഷേ ശീഘ്രസ്ഖലനമുള്ള ആളുകൾക്ക് മുരിങ്ങ അത്ര നല്ലതല്ല എന്നുള്ളത്. അത് ശരിയാണോ? മുരിങ്ങ എല്ലാവർക്കും ഉപയുക്തമാണ്. അതേസമയം നമ്മൾ ഉപയോഗിക്കുന്ന ശീഘ്രസ്ഖലനമുള്ള ആളുകൾ മുരിങ്ങ എങ്ങനെ ഉപയോഗിക്കണമെന്നുണ്ട്. ശീഘ്രസ്ഖലനമുള്ള ആൾ ശരിക്കും മുരിങ്ങ ഉപയോഗിക്കേണ്ടത്, മുരിങ്ങ ശരിക്കും സൂപ്പാക്കണം. സൂപ്പാക്കിയിട്ട് അതിൽ പശുവിൻ നെയ്യ് ചേർത്തിട്ട് വേണം അത് ഉപയോഗിക്കുക. പശുവിൻ നെയ്യിലൊന്ന് വറവ് ചെയ്യുക, തൂമിക്കുക എന്നൊക്കെ പറയും പണ്ട്. ആ രൂപത്തിൽ ഇപ്പോൾ ഒരു മുരിങ്ങക്കായ എടുത്തിട്ട് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു മുരിങ്ങക്കായ എടുത്ത് നല്ലോണം തറച്ച് അത് ചുരണ്ടി കളയേണ്ട കാര്യമല്ല. നല്ലോണം കഴുകി തറച്ചതിന് ശേഷം ഒരു കൂടുതൽ വെള്ളത്തിൽ വെക്കുക. ഇപ്പോൾ ഒരു 1/2 ലിറ്റർ വെള്ളത്തിൻ്റെ അകത്ത് നന്നായി വേവിച്ച് സൂപ്പ് പോലെ ആക്കുക. അപ്പോൾ അവസാനം ഒരു ഗ്ലാസ്സോ 1/2 ഗ്ലാസ്സോ വെള്ളം നമുക്ക് കിട്ടുക. ശരി, ആ സൂപ്പ് ഒരു ടീസ്പൂൺ പശുവിൻ നെയ്യ് ചേർത്ത് വറുത്തിട്ട് വറവ് ചെയ്തിട്ട് അത് ഉപയോഗിക്കട്ടെ. അപ്പോൾ അത് ശീഘ്രസ്ഖലനക്കാർക്കും പറ്റും. അത് പിന്നെ അല്ലാത്തവർ അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന മുരിങ്ങ അസാധ്യ ചൂടുള്ള സാധനമാണ്. ആ ചൂടിൻ്റെതായ സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ടാകും. ഏതൊരു ഭക്ഷണ പദാർത്ഥത്തിനും അതിൻ്റേതായിരിക്കുന്ന ഗുണവും ദോഷവും ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് ഇത്തരം അവർക്ക് കുറച്ചൊരു നല്ലൊരു പവർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പഴങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിക്കുന്നത് നല്ലതായിരിക്കും. എല്ലാ രൂപത്തിലുള്ള വാഴപ്പഴങ്ങളും ഇതിന് നമ്മളെ ശുക്രത്തിന് വർധനവും പവറും കൊടുക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ നേന്ത്രപ്പഴം നന്നായി പഴുത്ത് നല്ലോണം പഴുത്ത് പാകമായത് അത് നമ്മൾ റോസ്റ്റാക്കി നെയ്യ് ഉപയോഗിച്ച് കഴിക്കുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് വളരെയധികം ഗുണമുള്ളതാണ്. നന്നായി പഴുത്ത തൊലി കറുത്ത പഴമാണ് അതിന് ഏറ്റവും ഗുണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കാരണങ്ങൾ എന്താണ്, ഇത് നമ്മൾ എന്തൊക്കെ ചെയ്താൽ ഇതിൻ്റെ നമുക്ക് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റും, എന്തൊക്കെ നമുക്കിതിന് ചെയ്യരുത് എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഗുരുക്കളുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ പുറത്തുള്ള ആളുകളോ അല്ലെങ്കിൽ ദൂരെയുള്ള സ്ഥലത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.